പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് ഒരു ദിവസം കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ധാർമ്മിക ഗുണങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ദൈവം സ്നേഹവാനാണ്. അത് ദൈവം സ്നേഹം തന്നെയാണ്. ദൈവം സമം സ്നേഹം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നല്ലവനായ ദൈവം. അപ്പോൾ ദൈവം നല്ലവൻ. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 34-ാം വാക്യം, സങ്കീർത്തന പുസ്തകം 106-ാം അധ്യായം 1-ാം വാക്യം, 107-ാം സങ്കീർത്തനം 1-ാം വാക്യം, അങ്ങനെ അനേക വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. എസ്രായേൽ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം, യഹോവ നല്ലവനല്ലോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നല്ലവനും സ്നേഹവാനുമാണ്. അതുകൊണ്ടാണ് അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം, നമ്മെ സഹായിക്കുന്ന ദൈവം, മനസ്സലിവുള്ള ദൈവം, കൃപയുള്ള ദൈവം, വഴി തുറക്കുന്ന ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം എന്നൊക്കെ ദൈവത്തെ നാം വിശേഷിപ്പിക്കുന്നത്. ദൈവം നല്ലവനാണ്. കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം നല്ലവനാണ്. അവൻ നമ്മളെ സഹായിക്കും, അവൻ നമ്മളെ ആശ്വസിപ്പിക്കും, അവൻ നമുക്ക് പുതിയ വഴിയെ തുറക്കും. ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കത്തില്ല. മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ നമ്മൾ കാണുക, അവൻ സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. അവൻ സകലവും നന്നായി ചെയ്തു, സകലവും നന്നായി ചെയ്തു. ഈ മുഴുപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായ ദൈവം, സകല ജീവജാലങ്ങളെയും ഉളവാക്കിയവനായ ദൈവം, അതെല്ലാം ക്രമത്തിൽ ചന്തമായി, ഉചിതമായി, മനോഹരമായി എല്ലാം ചെയ്ത ദൈവം നമ്മളെയും അവൻ ഏറ്റവും നന്നായി സൃഷ്ടിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മൾ വിലയില്ലാത്തവരല്ല. നമ്മൾ ദൈവത്തിൻ്റെ, നല്ലവനായ ദൈവത്തിൻ്റെ സ്വന്തം സൃഷ്ടിയാണ്. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചു. നല്ലവനായ ദൈവം എല്ലാം നന്നായി ചെയ്തു. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയും, യേശു എല്ലാം സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്ഥിതിയെ മാറ്റാൻ കഴിയുന്ന ദൈവം, നമ്മളിൽ നന്മകളെ വിളയിക്കുവാൻ കഴിയുന്ന ദൈവം. എല്ലാം തകർന്നുപോയി എന്ന് പറഞ്ഞ് വിഷമിച്ചാലും വിലപിച്ചാലും സാരമില്ല മകനെ, സാരമില്ല മകളെ എന്ന് പറഞ്ഞ് സകലതും യഥാസ്ഥാനത്താക്കി തരുന്ന നല്ലവനായ ദൈവം. കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവവും സകലവും അതതിൻ്റെ സമയത്ത് മനോഹരവുമായി ചെയ്യും. ദൈവം സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം, അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. സകലവും അതത് സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ വൈകിപ്പോയി എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ, ചില വിടുതലുകൾ, ചില പ്രതികൂലങ്ങൾ മേലുള്ള വിജയങ്ങൾ, അതെല്ലാം സമയം കഴിഞ്ഞു പോയിട്ടില്ല. കർത്താവ് കൃത്യസമയത്ത് നമുക്ക് ചെയ്തു തരും. നിരാശപ്പെടണ്ട. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. ഹല്ലേലൂയ. നിത്യതയും മനുഷ്യ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം. നമ്മളൊരു പക്ഷേ ഇതെന്താണ് എനിക്ക് ലഭിക്കാത്തത്, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത് എന്നെല്ലാം കരുതി ഒരു പക്ഷേ നിരാശപ്പെട്ടിരിക്കുകയാകാം, സങ്കടപ്പെട്ടിരിക്കുകയാകാം.
എന്നെ ആര് സഹായിക്കുമെന്ന് ഓർത്തിരിക്കുക. ദൈവം പോലും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചൊരു പക്ഷേ ഇരിക്കുകയാണോ പ്രിയ കുഞ്ഞി? കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്ന ദൈവമാണ്. അവൻ അതതിൻ്റെ സമയത്ത്, കൃത്യസമയത്ത്, ഒരുപക്ഷെ ഇപ്പോൾ അത് നിവൃത്തിയായാൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു ദോഷമായി ഭവിച്ചേക്കാമെന്ന് സകലതും അറിയുന്ന ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് പുറമേ നമ്മുടെ കണ്ണിൽ അത് നല്ലതെന്ന് തോന്നിയാലും ഈ സമയത്ത് അത് നടപ്പാക്കാതെ ഇരിക്കുന്നത്. എന്നാൽ കൃത്യസമയത്ത് അതതിൻ്റെ ആ സമയത്ത് കൃത്യമായി കർത്താവ് നമുക്കത് ചെയ്തു തരും. ആ വിഷയത്തിന്മേൽ കൃത്യമായി കർത്താവ് മറുപടി തരും. ആ വിഷയത്തിന്മേൽ കൃത്യമായി കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പിറുപിറുപ്പില്ലാതെ, നിരാശയില്ലാതെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കും. കാരണം ദൈവം നല്ലവനാണ്. നല്ലതും തീയതും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവമാണ്. നല്ല പ്രവർത്തിക്കാൻ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്നു എന്ന് മീഖാ പ്രവചന പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തെ നമ്മൾ കാണുക. മനുഷ്യ, നല്ലതെന്തെന്നവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. സകലത്തിനും മാതൃകയായി കർത്താവ് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. നല്ലതെന്തെന്നവൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നല്ല വഴി, നല്ല മാർഗങ്ങൾ, നല്ല പ്രവൃത്തികൾ എന്തെല്ലാമെന്നൊക്കെ ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുക. ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം എന്നെല്ലാം കർത്താവ് സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നു. നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും നീതി പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കാനും ഒക്കെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച്, വചനമനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നല്ല മക്കളായി തീരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സൽഗുണപൂർണനാണ്. നാമും അതിൽ വർദ്ധിച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. കർത്താവ് നല്ലവെന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങൾ ഉള്ളവനെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. അവിടുന്ന് മനോഹരപൂർണനായ ദൈവമാണ്. കണ്ടാൽ ഭയപ്പെടുത്തുന്ന അനേക രൂപങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കണ്ടാൽ ഭയപ്പെടുന്ന രൂപമല്ല യേശുവിൻ്റേത്. ആ മാർവോട് ചേർന്നിരിക്കുവാൻ കൊതിക്കുന്ന മനോഹര രൂപിയായ സൗന്ദര്യപൂർണനായ ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ പ്രിയൻ 10,000-ങ്ങളിൽ അതിസുന്ദരൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ, മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ എന്നൊക്കെയുള്ള തിരുവചന വിശേഷണം നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ വരവിൽ നാം രാജാവായ യേശുവിനെ അവൻ്റെ സകല സൗന്ദര്യത്തോടും കൂടി ദർശിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. യെശയ്യാ പ്രവാചനം 33-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും, വിശാലമായൊരു ദേശം കാണുമെന്ന് പറയുക. യെശയ്യാ പ്രവാചന പുസ്തകം 35:2 അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലബനോന്റെ മഹത്വവും കർമ്മേലിൻ്റെ ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനേ. കർത്താവിനെ വിളിക്കുന്ന പേരാ. ഉത്തമഗീതം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ എന്ന് പറയുക. സങ്കീർത്തന പുസ്തകം 45:2 നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അതരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് കാണുക. നല്ലവനായ ദൈവം, മനോഹരനായ മാനുഷിക സൗന്ദര്യം എല്ലാം ക്ഷയിച്ചു പോകും കേട്ടോ. എന്നാൽ അനന്യനായ കർത്താവിൻ്റെ തേജസ്സേറിയ സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിൽ നിലനിൽക്കുന്നു. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത് ധാർമ്മിക ഗുണങ്ങളിൽ അവസാനമായി 3-ാമതായി നമ്മൾ ചിന്തിക്കുക ദൈവം നീതിമാനാണ്. അഥവാ നീതിമാനായ ദൈവം. ദൈവം പൂർണ്ണ നീതിമാനാണ്. അതായത് പാപത്തെ വെറുതെ വിടാൻ ദൈവത്തിന് കഴിയത്തില്ല.
പാപത്തെ ശിക്ഷിക്കുന്നവനാണ് ദൈവം. നീതിമാനായ ദൈവത്തിന് അനീതി ഒട്ടും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് പാപത്തിനുള്ള ശിക്ഷ ഒഴിവാക്കാനാവില്ല. എബ്രായലേഖനം 9-27 വാക്യത്തിൽ നമ്മൾ കാണുക, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ ന്യായവിധിയുണ്ട്, ഒരിക്കൽ മരണമുണ്ട്, പിന്നെ ന്യായവിധിയുണ്ട്. അത് ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്ന് പറയുക. വെളിപ്പാട് പുസ്തകം 20-11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ വലിയൊരു വെള്ളസിംഹാസന ന്യായവിധി നമ്മളവിടെ കാണുക. വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തിനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് തക്കവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയെ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് പറയുക. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കൽ ഒരു മരണമുണ്ട്, ഒരിക്കൽ ഒരു ന്യായവിധിയുണ്ട്. യേശു നമ്മെ രക്ഷിക്കേണ്ടതിനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ക്രൂശുമരണം ഒഴിവാക്കാൻ പറ്റാതിരുന്നത് ദൈവം നീതിമാൻ ആയതിനാലാണ്. ദൈവം നീതിമാൻ ആകുന്നുവെന്ന് പറഞ്ഞാൽ പാപത്തെ ശിക്ഷിക്കുമെന്നർത്ഥം. ദൈവം സ്നേഹവാനാണ് എന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ദൈവം സ്നേഹവാനായിരിക്കുന്നത് പോലെ തന്നെ ദൈവം നീതിമാനുമായതുകൊണ്ട് അധർമ്മം ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് ധരിച്ച് മുന്നോട്ട് പോകുന്നത് എത്രയോ അബദ്ധമാണ്. സ്നേഹവും നീതിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രയാസമുള്ള സ്വഭാവങ്ങളാണെന്ന് നമുക്കറിയാം. പക്ഷേ ദൈവമായതുകൊണ്ട് ഇത് രണ്ടും അവശ്യങ്ങളായ ഗുണങ്ങളാണ്. ദൈവം നീതിമാനാകിയാൽ മനുഷ്യരുടെ പാപത്തെയും ദുസ്വഭാവങ്ങളെയും ദൈവം വെറുക്കും. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്ന തിരുവചനം ദൈവത്തിൻ്റെ നീതിയുടെ പൂർണ്ണത വെളിപ്പെടുത്തുക. എബ്രായലേഖനം 12-29 വാക്യം. ദൈവം നീതിമാനാകിയാൽ രക്ഷിക്കപ്പെടാത്തവരെയൊക്കെയും ന്യായം വിധിക്കും ആണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 20-11 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചത്. വെളിപ്പാട് പുസ്തകം 19 വാക്യത്തിൽ പറയുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. അപ്പോൾ നാമും നീതിയിൽ വർദ്ധിച്ചു വരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. നല്ലവനായ ദൈവം, നീതിമാനായ ദൈവം, സ്നേഹവാനായ അഥവാ സ്നേഹം തന്നെയായ ദൈവം. ഈ ദൈവത്തെ അറിയുവാൻ, ഈ ദൈവത്തെ ആരാധിക്കുവാൻ, ഈ ദൈവത്തെ സ്തുതിക്കുവാൻ, ഈ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവി ലഭിക്കുവാൻ എല്ലാം നമുക്കിടയായ വലിയ കൃപയ്ക്കായി നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ലഘു സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമ്മളെ ധാരാളമായി നിറയ്ക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവത്തിൻ്റെ നന്മകളെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. നീതിമാനായ ദൈവത്തിൻ്റെ നീതി നമ്മളിൽ പുത്രൻ മുഖാന്തരം വെളിപ്പെട്ടു വന്നതോർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മളിൽ അനീതി ഉണ്ടായിരുന്നപ്പോഴും, നമ്മൾ പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായിരുന്നപ്പോഴും, നമ്മൾ ദൈവത്തോട് ശത്രുത്വമായിരുന്നപ്പോഴും തൻ്റെ സ്നേഹത്താൽ തൻ്റെ പുത്രനിലൂടെ നമ്മളെ തന്നോട് നിരപ്പിച്ച പിതാവിൻ്റെ എത്ര വലിയ സ്നേഹം, നമുക്കായി ക്രൂശിൽ യാഗമായി തീർന്ന പുത്രൻ്റെ എത്രയോ വലിയ സ്നേഹം ഇന്നും നമ്മോടൊപ്പം ഇരുന്ന് അനുദിനം നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ, ഇതിനാലെല്ലാം ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ച് നടത്തുന്നല്ലോ.
നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. വീണ്ടും നമ്മൾ കാണുവോളം കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ കർത്താവ് നമ്മളെ എല്ലാവരെയും മറയ്ക്കുമാറാകട്ടെ. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത്, മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതിനെല്ലാമായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളും നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം കർത്താവ് ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ.